നമസ്കാരം, ഞാൻ ഡോക്ടർ ജെൻസി മാത്യൂസ്, പുഷ്പഗിരി ഹോസ്പിറ്റൽ തിരുവല്ലയിൽ ക്യാൻസർ സർജനായിട്ട് ജോലി ചെയ്തു വരുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ആക്ച്വലി വളരെ നല്ല അറിവുണ്ട്. സ്തനങ്ങളിലെ മാറ്റങ്ങൾ വരുമ്പോൾ, ഒരു കല്ലിപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മുഴ കാണുമ്പോൾ അത് ക്യാൻസർ ആയിരിക്കും എന്നുള്ള സംശയം മിക്കവാർക്കും ഉണ്ടാകാറുണ്ട്. എന്നാലും നമ്മുടെ അടുത്ത് വരുന്ന മിക്ക സ്ത്രീകളോടും എപ്പോഴാണ് ഈ കല്ലിപ്പ് കണ്ടത്, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലെ ഈ മാറ്റങ്ങൾ എപ്പോഴാണ് കണ്ടതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ 5-6 മാസമായിട്ടുണ്ടെന്നാണ് മിക്കവരും പറയുന്നത്. ഇതെന്താണ് ഇങ്ങനെ? ഇതിന് പല കാര്യങ്ങളാകാം. അമ്മമാർ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് പുറകോട്ടാണല്ലോ. മക്കളുടെയും ഭർത്താവിൻ്റെയും വീട്ടിലുള്ള മറ്റുള്ളവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ അമ്മമാർ സ്വന്തം കാര്യങ്ങളുടെ നോക്കുന്നത്. ഒരുപക്ഷെ ഈ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിൽ വിചാരിച്ചിട്ടായിരിക്കും മിക്കവരും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരാൻ മടിക്കുന്നത്. സർജറി, റേഡിയേഷൻ, കീമോതെറപ്പി, ഇതിനെപ്പറ്റിയുള്ള പല തെറ്റിദ്ധാരണകൾ മിക്കവർക്കും ഉണ്ടാകും. ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരും, ഇതിന് വേണ്ടിയിട്ടുള്ള ചിലവ് എവിടുന്ന് കണ്ടുപിടിക്കും, ഇതൊക്കെയായിരിക്കും ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. നമ്മുടെ അടുത്ത് വരുന്ന 70% സ്ത്രീകളും 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റേജിലാണ് നമ്മൾ അസുഖം കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ, അതും മാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ, ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് അത് അസുഖം നിർണ്ണയിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ചുരുക്കം ട്രീറ്റ്മെൻറ്റോടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഞങ്ങൾക്കിത്രേ പറയാനുള്ളൂ. സ്വന്തം ശരീരം അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ അത് ഡോക്ടറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. രോഗം ചികിത്സിച്ച് രോഗമുക്തരാകുക. വരൂ, നമുക്ക് ക്യാൻസറിനെതിരെ ഒരുമിച്ച് പോരാടാം.